ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്. സോറിയാസിസ്, എക്സിമ, മറ്റ് അലർജി രോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. വർഷങ്ങളായി ദുബൈയിലായിരുന്നു ജോലി. അവിടെ വെച്ച് സോറിയാസിസ് എന്ന അസുഖം പിടിപെട്ടു. 4 വർഷം ഇംഗ്ലീഷ് ചികിത്സയായിരുന്നു. മാറാതെ വന്നപ്പോൾ നേരെ ഞാൻ കേരളത്തിൽ വന്നു. പത്തനാപുരത്തുള്ള ഒരു ഡോക്ടർ, ശീല എന്ന് പറയുന്നത് ഡോക്ടറെ ഉണ്ടെന്നറിയാം. ആ ഡോക്ടറിലേക്ക് പോയി കാണിക്കുക. ഡോക്ടർ അസുഖം മാറ്റിത്തരാമെന്ന് പറയുകയും അങ്ങനെ ഡോക്ടർ 2 മാസത്തെ ചികിത്സ കൊണ്ട് എൻ്റെ അസുഖം മാറുകയും തിരിച്ച് ഞാൻ ദുബായി പോവുകയും ചെയ്തു. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, വ്യാപാര ഭവൻ, ടൗൺ, മുസ്ലിം പള്ളിക്ക് സമീപം, പത്തനാപുരം. സുവർണാവസരം, സുവർണാവസരം! BIS ഹോൾമാർക്ക് ആഭരണങ്ങൾ ഏറ്റവും ആദായകരമായി സ്വന്തമാക്കാൻ സുവർണാവസരം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഏറ്റവും ഫാഷനബിൾ ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങാൻ സുവർണാവസരം. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ വില വ്യത്യാസമില്ലാതെ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ ഇടിമണിക്കൽ ജ്വല്ലറിയുടെ BIS 916 ഹോൾമാർക്ക് സ്വർണവുമായി മാറ്റി വാങ്ങാം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഈ ഓഫർ മെയ് 15 വരെ മാത്രം. ഏവർക്കും സ്വാഗതം. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ, അതാ ബുദ്ധി. ഇടിമണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കൂട്ടുതറ, ചിറ്റാർ, റാന്നി. പാരാമെഡിക്കൽ കോഴ്സുകൾ. കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ. ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ. സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. കഴിഞ്ഞ 25 ബാച്ചുകളിൽ 100% വിജയവുമായി ജില്ലയിലെ ആദ്യത്തെ പാരാമെഡിക്കൽ സ്ഥാപനം. ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കിയ സ്ഥാപനം. പഠിച്ചിറങ്ങിയ 100 കണക്കിന് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലും ഭാരതത്തിലും മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും ദീർഘവർഷങ്ങളിലെ പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. കോഴ്സ് പൂർത്തിയാക്കിയാൽ പിന്നീട് ട്രെയിനിംഗ് ആവശ്യമില്ലാതെ നേരിട്ട് ജോലിയിൽ പ്രവേശിക്കാം. ബസ് യാത്രാ കൺസെഷൻ. കൊട്ടാരക്കരയിലും പുനലൂരിലും ക്ലാസുകൾ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. വിശദ വിവരങ്ങൾക്കും പ്രോസ്പെക്ടസിനും റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. ഫോൺ 0474 245 3939. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഫോൺ 0475 222 4088. മൊബൈൽ 9447 255 870, 9447 255 871. വസ്ത്രവൈവിധ്യത്തിന്റെ പുതുപുത്തൻ കളക്ഷനുമായി 14,000 സ്ക്വയർ ഫീറ്റിലേക്ക് പുനലൂർ രാധാസിന്റെ നവീകരിച്ച ഷോറൂം. DH ഓട്ടോ, MCR, സീറോ, ലൂയിസ് ഫിലിപ്പ്, പീറ്റർ ഇംഗ്ലണ്ട്, വാൻ ഹുസൈൻ തുടങ്ങി എല്ലാവിധ ബ്രാൻഡഡ് മെൻസ് വെയറുകളുടെയും വിപുലമായ ശേഖരം. ചുരിദാറുകൾ, ലാച്ച, ഗൌണുകൾ, കിഡ്സ് വെയർ എന്നിവയ്ക്കായി വിശാലമായ പുതിയ ഷോറൂം. വൈവിധ്യമാർന്ന ദുപ്പട്ടകൾക്കായി പ്രത്യേക വിഭാഗം. വിവാഹ പാർട്ടികൾക്കായി പുതുപുത്തൻ കളക്ഷനും പ്രത്യേക സെക്ഷനും. നിങ്ങളുടെ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ പുനലൂർ രാധാസ്, ചൗക്ക റോഡ്, പുനലൂർ. ഫോൺ 0475 222 8650. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി BCom പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ് +2, BCom, MCom പരീക്ഷകളിൽ ഉന്നത വിജയം ഉറപ്പു നൽകുന്നു. ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഞങ്ങളുടെ പ്രത്യേകതയാണ്. തുടർച്ചയായി യൂണിറ്റ് ടെസ്റ്റും മോഡൽ പരീക്ഷകളും അധ്യാപക രക്ഷാകർതൃ സമ്മേളനവും നടത്തിവരുന്നു. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, BCom, MCom, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ.
പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം MJ ആർക്കേഡ് പുനലൂർ. ഫോൺ 9447154898. നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ആരാധന അനിൽ. പ്രധാന വാർത്തകൾ. കിഴക്കൻ മേഖലയിൽ മഴ ശക്തമായി. അച്ചൻകോവിൽ തുറപ്പാലം അപകടാവസ്ഥയിൽ. കഴുതുരുട്ടിയാർ കരകവിഞ്ഞൊഴുകി. ഓണത്തിനു മുമ്പ് കശുവണ്ടി ഫാക്ടറികൾ തുറന്നു പ്രവർത്തിപ്പിക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു. കശുമാവ് കൃഷി സംസ്ഥാനത്ത് വ്യാപകമാക്കണമെന്നും മന്ത്രി. വെട്ടിക്കുറച്ച KSRTC സർവീസുകൾ പുനരാരംഭിച്ചില്ല. യാത്രക്കാർ പ്രതിഷേധവുമായി രംഗത്ത്. വാർത്തകൾ വിശദമായി. കിഴക്കൻ മേഖലയിൽ മഴ ശക്തമായി. ഗ്രാമീണ റോഡുകളിൽ വെള്ളം കയറി. അച്ചൻകോവിൽ തുറപ്പാലം അപകടാവസ്ഥയിൽ. കഴിഞ്ഞ ഒരാഴ്ചയായി കിഴക്കൻ മേഖലയിൽ മഴ പെയ്യുന്നെങ്കിലും 2 ദിവസമായി മഴ ശക്തിയാർജിച്ചിരിക്കുകയാണ്. ഇടതടവില്ലാതെ പെയ്യുന്ന മഴയെ തുടർന്ന് കിഴക്കൻ മേഖലയിൽ പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയത് മൂലം പല കുടുംബങ്ങളും ദുരിതത്തിലാണ്. ചില മേഖലകളിൽ മരങ്ങൾ കടപുഴകി വൈദ്യുതി ലൈനിൽ വീണ് വൈദ്യുതി ബന്ധവും താറുമാറായിട്ടുണ്ട്. അലിമുക്ക് അച്ചൻകോവിൽ റൂട്ടിൽ തുറപ്പാലത്തിൽ വെള്ളം കയറിയ നിലയിലാണ്. ഇതോടെ ഈ ഭാഗത്തേക്കുള്ള ബസ് സർവീസ് നിലയ്ക്കാനാണ് സാധ്യത. മഴ ഇനിയും കനത്താൽ അച്ചൻകോവിൽ മേഖല ഒറ്റപ്പെടും. കല്ലടയാറ്റിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. കിണറുകളും മറ്റും ജലാശയങ്ങളും നിറഞ്ഞു കവിഞ്ഞു. പുനലൂർ മുരുകൻകോവിലിന് സമീപം റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഗ്രാമീണ റോഡുകൾ മുഴുവൻ വെള്ളം കയറിയ നിലയിലാണ്. റോഡിൽ വെള്ളം കയറിയതോടെ ജനജീവിതവും ദുസ്സഹമായിട്ടുണ്ട്. ലൈവ് വാർത്ത പുനലൂർ. ആര്യങ്കാവിൽ കനത്ത മഴ ജനജീവിതം സ്തംഭിപ്പിച്ചു. കഴുതുരുട്ടിയാർ കരകവിഞ്ഞൊഴുകുകയാണ്. വനമേഖലയിൽ വീണുകിടക്കുന്ന മരങ്ങൾ മിക്കതും കനത്ത മഴയിൽ ഒഴുകിപ്പോയി. മുരുകപാഞ്ചാൽ ഭാഗത്ത് ഉരുൾപൊട്ടലുണ്ടായതായും അഭ്യൂഹമുണ്ട്. ഈ ഭാഗത്ത് മലവെള്ളപ്പാച്ചിലുണ്ടായി. പാറകളും മറ്റും ഒഴുക്കിൽപ്പെട്ടതായും പരിസരവാസികൾ പറഞ്ഞു. ആര്യങ്കാവ് സ്കൂളിന് സമീപത്തുള്ള ചപ്പാത്ത് അപകട നിലയിലാണ്. ഏതു സമയവും തകർന്നു വീഴാവുന്ന നിലയിലാണ് ഈ ചപ്പാത്ത്. മഴ കനത്തതോടെ ചപ്പാത്ത് അപകട ഭീഷണി ഉയർത്തുകയാണ്. ചപ്പാത്ത് തകർന്നാൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയാതെയാകും. പ്രദേശത്തെ കിണറുകളും മറ്റു ജലാശയങ്ങളുമെല്ലാം നിറഞ്ഞു കവിഞ്ഞു കഴിഞ്ഞു. മഴ ഇനിയും കനത്താൽ വലിയ നാശനഷ്ടങ്ങൾക്കും സാധ്യതയുണ്ട്. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. കിഴക്കൻ മേഖലയിൽ പകർച്ചപ്പനിയും ഡെങ്കിപ്പനിയും പടരുന്നു. ദിവസേന ആയിരക്കണക്കിന് രോഗികളാണ് പുനലൂരിൽ ചികിത്സ തേടുന്നത്. കിഴക്കൻ മേഖലയിൽ പകർച്ചപ്പനിയും ഡെങ്കിപ്പനിയും വ്യാപകമായതോടെ ജനങ്ങൾ ഭീതിയിലാണ്. ദിവസേന ആയിരക്കണക്കിന് രോഗികളാണ് പുനലൂരിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തുന്നത്. 25ഓളം പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നെങ്കിലും രോഗികളുടെ എണ്ണം ദിവസേന വർദ്ധിച്ചു വരികയാണ്. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ദിവസേന 2500ഓളം രോഗികളാണ് ചികിത്സ തേടിയെത്തുന്നത്. സ്വകാര്യ ആശുപത്രികളിലും നൂറുകണക്കിന് ആളുകൾ ചികിത്സ തേടുന്നു. പകർച്ചപ്പനി വ്യാപകമായതോടെ കിഴക്കൻ മേഖല ഭീതിയിലാണ്. കിഴക്കൻ മേഖലയിൽ 3 പേർ ഇതിനകം പനി ബാധിച്ചു മരിക്കുകയുണ്ടായി. പരിസര മലിനീകരണമാണ് പകർച്ചപ്പനി പടരാൻ കാരണമെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതരുടെ വിലയിരുത്തൽ. ഡെങ്കിപ്പനി ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരവധി പേർ ചികിത്സ തേടിക്കഴിഞ്ഞു. പകർച്ചപ്പനിയും ഡെങ്കിപ്പനിയും കിഴക്കൻ മേഖലയിൽ പടർന്നുപിടിച്ചതോടെ പ്രതിരോധ നടപടികൾ ശക്തമാക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. ലൈവ് വാർത്ത പുനലൂർ. ഓണത്തിന് മുമ്പ് കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കീഴിലുള്ള എല്ലാ കാഷ്യൂ ഫാക്ടറികളും തുറന്ന് പ്രവർത്തിപ്പിക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു. കേരളത്തിൽ കശുമാവ് കൃഷി വ്യാപകമാക്കണമെന്നും മന്ത്രി അറിയിച്ചു. ആ ഓണം വരെയുള്ള പ്രവർത്തിക്കുന്നതിന് കാഷ്യൂ ഫാക്ടറി തുറന്ന് പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള യഥാർത്ഥത്തിൽ കാഷ്യൂ അങ്ങനെ ഇല്ല. അസംസ്കൃത വസ്തുവായിട്ടുള്ള കാഷ്യൂ ഇല്ല. എങ്കിൽ പോലും നിശ്ചയദാർഢ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുക എന്നുള്ള അതിന്റെ അടിസ്ഥാനത്തിലുമാണ് അങ്ങനെ തുറന്നു പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ദൃഢമായ തീരുമാനമെടുത്തുള്ളൂ. ഓണത്തിന് മുൻപ് തന്നെ കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കീഴിലുള്ള എല്ലാ കാഷ്യൂ ഫാക്ടറികളും തുറന്ന് പ്രവർത്തിപ്പിക്കുമെന്ന് വനംവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു അറിയിച്ചു. കശുമാവ് വ്യാപന പദ്ധതിയോടനുബന്ധിച്ച് ഇടമുളയ്ക്കലിൽ നടന്ന കശുമാവ് വ്യാപന പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് കശുമാവ് നട്ടുപിടിപ്പിക്കുന്നതിനായി വനഭൂമി വിട്ടു നൽകണമെന്നും ഫാക്ടറികൾക്ക് ആവശ്യമായ കശുവണ്ടി ലഭിക്കാതെ അടച്ചുപൂട്ടേണ്ടി വരുന്ന അവസ്ഥ ഇല്ലാതാക്കാൻ കേരളത്തിൽ കശുമാവ് കൃഷി വ്യാപകമാക്കണമെന്നും ഇതിനായി കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കൂടുതൽ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ അധ്യക്ഷനായിരുന്നു. പ്ലാസ്റ്റിക് രഹിത ഫാക്ടറിയുടെ ഭാഗമായി തൊഴിലാളികൾക്ക്
ജൂട്ട് ബാഗുകളും വിതരണം ചെയ്തു. അഞ്ചൽ ബ്ലോക്ക് പ്രസിഡന്റ് രഞ്ജു സുരേഷ്, ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KC ജോസ്, വൈസ് പ്രസിഡന്റ് രാധാമണി സുഗതൻ, പഞ്ചായത്ത് അംഗം അജയകുമാർ, കശുവണ്ടി വികസന കോർപ്പറേഷൻ ഡയറക്ടർ G ബാബു, സജി D ആനന്ദ്, ഷാജു, രൂപേഷ് ഉണ്ണിത്താൻ, ട്രേഡ് യൂണിയൻ പ്രതിനിധികളായ സൈമൺ അലക്സ്, മോഹൻകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ലൈവ് വാർത്ത അഞ്ചൽ. പുനലൂർ ശാസ്താംകോണം മേഖലയിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം വ്യാപകം. പ്രതിരോധ നടപടികൾ ശക്തമാക്കണമെന്ന് നാട്ടുകാർ. ആഫ്രിക്കൻ ഒച്ചുകൾ ശാസ്താംകോണം മേഖലയിൽ ഭീഷണി ഉയർത്തുകയാണ്. വലിപ്പമുള്ള ആഫ്രിക്കൻ ഒച്ചുകൾ മൂലം ഒരു പ്രദേശമാകെ വലയുകയാണ്. കൃഷികൾ നശിപ്പിക്കുന്ന ഒച്ചുകൾ വീടുകളുടെ പരിസര പ്രദേശങ്ങളിലാകെ വ്യാപിച്ചിരിക്കുന്നു. ഇത് ശാസ്താംകോണം മേഖലയിൽ സ്വൈരജീവിതത്തിന് തടസ്സമാവുകയാണ്. ഒച്ചുശല്യം വ്യാപകമാകുമ്പോഴും ബന്ധപ്പെട്ടവർ മൗനം പാലിക്കുന്നു. ഒച്ചുശല്യത്തിനെതിരെ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000-കണക്കിന് എനിക്ക് തോന്നി ഈ പ്രദേശത്ത് ശാസ്താംകോണം പല പല വീടുകളിൽ ഇത് വലിയ ശല്യമായിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനൊരു സത്വരമായ ഒരു നടപടി എടുത്തേ പറ്റത്തുള്ളൂ. അതിന്റെ അധികൃതർ ഇതിൽ വേണ്ടുന്ന നടപടിക്രമത്തിലോട്ട് വന്ന് വേണ്ട സഹായങ്ങൾ ചെയ്യണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ അത് മൊത്തം തിന്നു തീർക്കുക വളരെ ബുദ്ധിമുട്ടാണ്. കൃഷിയങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാ സാധനവും മൊത്തം നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. നമുക്ക് ഇത്രയും കാലമായി ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. അതിന് സത്വരമായ ഒരു നടപടി. എല്ലാ ദിവസവും വീടിന്റെ പരിസരം മൊത്തം ഈ ഒച്ചുകൾ വന്ന് അതിനെ കാണുന്നതാണ് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ടാണ്. ഒരു നശീകരണത്തിന് യാതൊരു മാർഗം ഉള്ളതായിട്ട് അറിയുന്നില്ല. ഒരു അത്യാവശ്യം കർഷകർ ഉപ്പ് പൊടി ചേറിയാണ് ഇതിനെ ഇല്ലാതാക്കുന്നത്. ഇത് എങ്ങനെ വന്നു എന്നുള്ളതിനെ പറ്റി അറിയില്ല. അതിന് വേണ്ടുന്ന ഒരു നടപടി നമ്മുടെ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാവണം എന്നുള്ളതാണ് നമുക്ക് പറയാൻ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കേന്ദ്ര സർക്കാർ വിജ്ഞാപനം അലങ്കാര മത്സ്യവ്യാപാരത്തിനും തിരിച്ചടിയായി. വ്യാപാര രംഗം പ്രതിസന്ധിയിൽ. കേന്ദ്ര സർക്കാർ വിജ്ഞാപനം വന്നതോടെ അലങ്കാര മത്സ്യവിൽപ്പനയും കുത്തനെ ഇടിഞ്ഞു. ഇതോടെ അലങ്കാര മത്സ്യവ്യാപാരത്തിലൂടെ ഉപജീവനമാർഗം കണ്ടെത്തിയിരുന്ന ആയിരക്കണക്കിന് പേരുടെ വരുമാനവും തൊഴിലുമാണ് നഷ്ടപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടിക്കെതിരെ പ്രതിഷേധവും ശക്തമായി. കേന്ദ്ര വിജ്ഞാപനം അനുസരിച്ച് സ്വാഭാവിക രീതിയിലാണ് മത്സ്യങ്ങളെ വളർത്തേണ്ടത്. ചില്ലു ടാങ്കുകളിലും ഭരണികളിലും മത്സ്യങ്ങളെ സൂക്ഷിക്കാനാവില്ല. സർക്കാരിന്റെയും സ്വകാര്യ മേഖലകളുടെയും അക്വേറിയങ്ങളിൽ ചില്ലു ടാങ്കുകളിലാണ് അലങ്കാര മത്സ്യങ്ങളെ സൂക്ഷിച്ചിരിക്കുന്നത്. ഇനി ഇവയെല്ലാം മാറ്റേണ്ടി വരും. ഇതോടെ മത്സ്യങ്ങളുടെ പ്രദർശനവും ഇല്ലാതാകും. മാത്രമല്ല, വിജ്ഞാപന പ്രകാരം എല്ലാ അക്വേറിയങ്ങളിലും വിപണനശാലകളിലും മുഴുവൻ സമയ വെറ്റിനറി ഡോക്ടറെയോ അല്ലെങ്കിൽ മത്സ്യവിദഗ്ധനെയോ നിയമിക്കണം. ഇവർക്ക് സഹായിയും നിർബന്ധമാണ്. വെറ്റിനറി ഡോക്ടറും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കി അക്വേറിയം നടത്തുക ഒരു തരത്തിലും ലാഭകരമല്ല. മാത്രമല്ല, അക്വേറിയങ്ങൾക്കൊപ്പം വളർത്തുമൃഗങ്ങളുടെയോ പക്ഷികളുടെയോ വിൽപ്പനയും പാടില്ലെന്നാണ് നിർദ്ദേശം. എന്നാൽ അക്വേറിയം മാത്രമായി നടത്തിയാൽ നഷ്ടത്തിലാകുമെന്നതിനാൽ ഭൂരിഭാഗം അക്വേറിയങ്ങൾക്കുമൊപ്പം വളർത്തുമൃഗങ്ങളെയും പക്ഷികളെയും വിൽക്കുന്നുണ്ട്. മത്സ്യങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ശുചിത്വം ഉറപ്പിക്കുന്നതിനുമാണ് നടപടിയെന്നാണ് വിജ്ഞാപനത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്ന അലങ്കാര മത്സ്യകൃഷിയും വിപണനയും നിയമം കൊണ്ട് നിയന്ത്രിക്കാൻ പോകുമ്പോൾ അലങ്കാര മത്സ്യകൃഷിക്കാരും വിപണന നടത്തുന്ന ചെറുകിട കച്ചവടക്കാരും വീട്ടിലിരിക്കേണ്ട സ്ഥിതിയാണ്. നിയമ പേപ്പറിൽ വന്നപ്പോൾ തന്നെ കച്ചവടമല്ലാതെ നഷ്ടപ്പെടും. പൗരന്മാരെ വോട്ട് നേടി പൗരന്മാരെ തന്നെ ദ്രോഹിക്കുന്ന വിധമാണ് കാര്യങ്ങളുടെ പോക്ക്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. JS ഫാഷൻ ജ്വല്ലേഴ്സ് SBT ബാങ്കിന് സമീപം അഞ്ചൽ. 916 വിലയ്ക്ക് BS ഹോൾമാർക്ക് സ്വർണ്ണം ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം. മോസ്റ്റ് മോഡേൺ ഫാഷൻ സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. JS ഫാഷൻ ജ്വല്ലേഴ്സ്, അഞ്ചൽ. ഫോൺ 9847999874. വധൂവരന്മാർക്ക് അണിഞ്ഞൊരുങ്ങുവാൻ ന്യൂ ഫാഷൻ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരവുമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം JS വെഡിംഗ് പാലസ്, അഞ്ചൽ. ഒറിജിനൽ പട്ടുസാരികൾ, കേരള സാരികൾ, ലാച്ചുകൾ, ചുരിദാറുകൾ, മേൽത്തരം കമ്പനികളുടെ ഷർട്ടുകൾ, മുണ്ടുകൾ, കിഡ്സ് വെയർ, എല്ലാത്തരം വസ്ത്രങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. ദ ഔസം കളക്ഷൻ ഓഫ് റെഡിമെയ്ഡ് വെയർ. JS വെഡിംഗ് പാലസ്, അഞ്ചൽ. ഫോൺ 0475227719. വ്രതശുദ്ധിയുടെ നാളുകൾക്കൊടുവിൽ സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരു പെരുന്നാൾ കൂടി വന്നെത്തിയിരിക്കുന്നു. ഇത്തവണ പെരുന്നാളിനെ കൂടുതൽ മനോഹരമാക്കുവാൻ വിപുലവും വർണ്ണാഭവുമായ പുതുപുത്തൻ മെൻസ്, ലേഡീസ്, കിഡ്സ് ട്രെൻഡി കളക്ഷൻസുമായി JS വെഡിംഗ് പാലസും ഒരുങ്ങിക്കഴിഞ്ഞു. ഏവർക്കും JS ഗ്രൂപ്പിന്റെ റംസാൻ ആശംസകൾ. KMK ആയുർവേദ കമ്മ്യൂണിറ്റി കോളേജ്, KMK ഹോസ്പിറ്റൽ കോംപ്ലക്സ്, കുന്നിക്കോട് PU,
കൊല്ലം. 1 വർഷം കൊണ്ട് ജോലി നേടുവാൻ ആയുർവേദ നഴ്സിംഗ് 62 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ഡോക്ടർ കെ മൊയ്തീൻ കുഞ്ഞിലബയുടെ മേൽനോട്ടത്തിൽ കുന്നിക്കോട് KMK ആയുർവേദ ആശുപത്രിയിൽ കഴിഞ്ഞ 13 വർഷമായി ആയുർവേദ നഴ്സിംഗ് ആൻഡ് പഞ്ചകർമ്മ കോഴ്സ് നടത്തിവരുന്നു. ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നു. പ്രശസ്തരായ അധ്യാപകർ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു. ഉന്നത നിലവാരമുള്ള പ്രാക്ടിക്കൽ സൗകര്യം, ബൃഹത്തായ ലൈബ്രറി, ഔഷധത്തോട്ടം, ഔഷധ നിർമ്മാണശാല, ആയുർവേദത്തെക്കുറിച്ച് സമഗ്ര അറിവ് നൽകുന്ന പാഠ്യപദ്ധതി, സ്പോക്കൺ ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ പരിശീലനം, യോഗ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, മികച്ച താമസ ഭക്ഷണ സൗകര്യം തുടങ്ങിയവ ഞങ്ങളുടെ മാത്രം പ്രത്യേകത. ഇവിടെ പഠനം പൂർത്തിയാക്കുന്ന എല്ലാവർക്കും ജോലി ഉറപ്പു നൽകുന്നു. KMK ആയുർവേദ കമ്മ്യൂണിറ്റി കോളേജ്, KMK ഹോസ്പിറ്റൽ കോംപ്ലക്സ്, കുന്നിക്കോട് PO, കൊല്ലം. ഫോൺ 0492322278. മൊബൈൽ 9995444173 9995244173. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. പ്യാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെറ്റ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, വിവിധയിനം ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, കിച്ചൺ കബോർഡ് ആക്സസറീസ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. ഫോൺ 0475221205. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. പുനലൂർ KSRTC ഡിപ്പോയിൽ നിന്ന് വെട്ടിക്കുറച്ച സർവീസുകൾ പുനരാരംഭിച്ചില്ല. പ്രതിഷേധം ശക്തമാകുന്നു. പുനലൂർ KSRTC ഡിപ്പോയിൽ നിന്ന് 16 സർവീസുകളാണ് നിലവിൽ വെട്ടിക്കുറച്ചിട്ടുള്ളത്. പ്രതിഷേധം ശക്തമായിട്ടും സർവീസുകൾ പുനരാരംഭിക്കാൻ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിച്ചിട്ടില്ല. ഇതുമൂലം ഗ്രാമീണ മേഖലകളിലേക്കുള്ള യാത്രാക്ലേശം രൂക്ഷമായിരിക്കുകയാണ്. വെട്ടിക്കുറച്ച സർവീസുകളിലധികവും ഗ്രാമീണ മേഖലകളിലേക്കുള്ളതാണ്. തെന്മല, മാത്ര, ചക്കുവരയ്ക്കൽ, കടയ്ക്കൽ, ആനവട്ടക്കൊങ്കൽ ഭാഗങ്ങളിലേക്കുള്ള സർവീസുകളാണ് നിർത്തലാക്കിയിട്ടുള്ളത്. പ്രതിഷേധം ശക്തമായിട്ടും KSRTC അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. ഡ്രൈവർമാരുടെ അഭാവമാണ് സർവീസുകൾ റദ്ദാക്കാൻ കാരണമെന്നാണ് ബന്ധപ്പെട്ടവരുടെ അഭിപ്രായം. എന്നാൽ മനഃപൂർവ്വം സർവീസുകൾ വെട്ടിക്കുറച്ചതാണെന്നാണ് ആക്ഷേപമുയരുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കിഴക്കൻ മേഖലയിൽ കഞ്ചാവ് മാഫിയയുടെ പ്രവർത്തനം വ്യാപകം. പോലീസും എക്സൈസും നടപടി സ്വീകരിക്കുന്നില്ല. സ്കൂൾ പരിസരങ്ങളിലെല്ലാം പൊതികളിലാക്കിയ കഞ്ചാവിന്റെ വിൽപ്പന വർദ്ധിച്ചു വരികയാണ്. ബൈക്കിലെത്തുന്ന യുവാക്കളുടെ സംഘങ്ങളാണ് കഞ്ചാവ് വിൽപ്പനയിൽ ഏർപ്പെടുന്നത്. സ്കൂൾ കുട്ടികളെ ലക്ഷ്യമിട്ടാണ് സംഘം പ്രവർത്തനം വ്യാപിപ്പിച്ചിട്ടുള്ളത്. കഞ്ചാവ് മാഫിയയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചിരുന്ന പുനലൂർ പോലീസ് ഇപ്പോൾ കഞ്ചാവ് റെയ്ഡുകൾ നടത്താറില്ല. എക്സൈസും ഇക്കാര്യത്തിൽ മൌനം പാലിക്കുകയാണ്. സ്കൂളുകൾ തുറന്നിട്ട് 1 മാസത്തോളമാകുന്നു. സ്കൂൾ പരിസരങ്ങളിൽ വൻതോതിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്നതായി ആക്ഷേപമുയരുന്നുണ്ട്. എന്നാൽ ഫലപ്രദമായ രീതിയിൽ റെയ്ഡുകൾ നടത്താൻ പോലും ബന്ധപ്പെട്ടവർക്ക് കഴിയാറില്ല. ലൈവ് വാർത്ത, പുനലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കിഴക്കൻ മേഖലയിൽ മഴ ശക്തമായി. അച്ചൻകോവിൽ തുറപ്പാലം അപകടാവസ്ഥയിൽ. കഴുതുരുട്ടിയാർ കരകവിഞ്ഞൊഴുകി. ഓണത്തിനു മുമ്പ് കശുവണ്ടി ഫാക്ടറികൾ തുറന്നു പ്രവർത്തിപ്പിക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു. കശുമാവ് കൃഷി സംസ്ഥാനത്ത് വ്യാപകമാക്കണമെന്നും മന്ത്രി. വെട്ടിക്കുറച്ച KSRTC സർവീസുകൾ പുനരാരംഭിച്ചില്ല. യാത്രക്കാർ പ്രതിഷേധവുമായി രംഗത്ത്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും livevarta.com സന്ദർശിക്കുക. നമസ്കാരം.
BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. കോളേജ് പുനലൂർ. പുനലൂർ പട്ടണത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നതും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷാ വിജയികളാക്കുന്നതുമായ വിദ്യാഭ്യാസ സ്ഥാപനം ചാപ്റ്റർ കോളേജ്. ഹയർ സെക്കൻഡറി തലം മുതൽ ബിരുദാനന്തര തലം വരെ ക്ലാസുകൾ നടത്തപ്പെടുന്ന സ്ഥാപനം. പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപകർ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു. കേരള MG യൂണിവേഴ്സിറ്റികളുടെ PG ഡിഗ്രി കോഴ്സുകളും മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ വിദൂര പഠന കോഴ്സുകളും നടത്തപ്പെടുന്നു. മികച്ച അധ്യയനം, തികഞ്ഞ അച്ചടക്കം, ഉന്നത വിജയം, രക്ഷകർത്താക്കളുമായുള്ള നിരന്തര സമ്പർക്കം, കൃത്യമായ ഇടവേളകളിൽ പരീക്ഷകൾ, മോഡൽ പരീക്ഷകൾ. സാമൂഹിക സാംസ്കാരിക രംഗത്തും കഴിഞ്ഞ 12 വർഷക്കാലമായി തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ചാപ്റ്റർ കോളേജ് അതിന്റെ ജൈത്രയാത്ര തുടരുന്നു. ചാപ്റ്റർ കോളേജ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 222 9454 960 515. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ഫോൺ 0475 235 2698. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്.